ഓക്കെ, കേരളം മൊത്തം നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ മലപ്പുറത്ത് തവനൂരിൽ നടക്കുന്നത്. ഇതിന് CPM ശക്തമായ എതിരാളികൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു പ്രചാരണത്തിനൊടുവിൽ താങ്കൾക്ക് എന്താണ് തവനൂരിനോട് തോന്നുന്നത്? ആദ്യം തന്നെ പറഞ്ഞതാണ്, തവനൂർ നിയോജകമണ്ഡലം ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി തൂക്കിയിരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചതാണ്. ഈ തവനൂർ മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2.5 വർഷക്കാലം ഒരു നാഥനില്ലായിരുന്നു. MLA പ്രസൻസ് ഇവിടെ ഇല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആരോടും പ്രതിബദ്ധതയില്ല. അദ്ദേഹത്തോട് മാത്രമാണ് പ്രതിബദ്ധത എന്ന് പറഞ്ഞ ആളാണ്. ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. എല്ലായിടത്തും പോകുമ്പോൾ ഒരു മാറ്റം 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 എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ തന്നെ സ്നേഹിതർ, സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് ചെയ്യും. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുന്ന ഒരു ട്രെൻഡ് മണ്ഡലത്തിലുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ശരിക്കും UDF വലിയ വിജയം ഉണ്ടാക്കിയ മണ്ഡലമാണ്. 2011 LDF ഇവിടെ ഭരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ഈ KT ജലീലിന്റെ വ്യക്തി പ്രഭാവം താങ്കൾക്ക് മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നു? തീർച്ചയായും അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഇല്ല. ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വളരെ നെഗറ്റീവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിയോജകമണ്ഡലത്തിൽ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നുമില്ല. 15 വർഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പോലും മണ്ഡലത്തിൽ ഒന്നും ഒരു സ്ഥാപനം എടുത്തു പറയാനില്ല. ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല കേരളത്തിൽ. പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം, ഫയർ സ്റ്റേഷൻ ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം, മിനി സിവിൽ സ്റ്റേഷൻ ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം, ഫിഷ് ലാൻഡിംഗ് സംവിധാനം ഇല്ലാത്ത ഏക തീരദേശ നിയോജകമണ്ഡലം. ഇതൊക്കെയാണ് തവനൂർ. ഒന്നും ഇല്ല 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 ഇല്ലായ്മകൾ, പോരായ്മകൾ, വല്ലായ്മകൾ. നേട്ടങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനല്ല. കോലളമ്പ് പാലം 9 കൊല്ലമായി പണി പൂർത്തിയായത്. ആകെ ഒരു നായർത്തോട് പാലം മാത്രമാണ്, അതിന് അപ്രോച്ച് റോഡും ഇല്ല. ബാക്കി ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. തകർന്നു കിടക്കുന്ന റോഡുകൾ, കാട് പിടിക്കടച്ച് കിടക്കുന്ന പാർക്കുകൾ, നമ്മുടെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങൾ, ഇതൊക്കെയാണ് ഈ മണ്ഡലത്തിലുള്ളത്. താങ്കൾ ഏറ്റവും ശക്തം ഉന്നയിച്ചിരുന്ന ആരോപണമായിരുന്നു BJP LDF ഡീലിന്റെ കാര്യം. തവനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ചെറിയൊരു ഭൂരിപക്ഷമാണ് KT ജലീൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആരോപണം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. അത് ആ ഡീൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഡീൽ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടുന്നില്ല. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കുറയാണ്. ആ വോട്ട് എവിടെ പോകുന്നു? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP കിട്ടുന്ന വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് കുന്നംപറമ്പിന്റെ തോൽവിക്ക് കാരണം അത് തന്നെയാണ്. CPM BJP ഡീലാണ്. അത് ഇന്നലെ ഇവിടെ പരീക്ഷിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിനെയും മുറിച്ചു കടന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മലപ്പുറത്ത് 16 16 സീറ്റും 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമ്പോൾ മലപ്പുറത്ത് 100 മേനി വിജയം.